ഭൂതത്താൻകെട്ട് ടൂറിസ്റ്റ് കേന്ദ്രം സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്ന് കേരള കോൺഗ്രസ് ആരോപിച്ചു. ടൂറിസം മേഖലയിൽ മുൻപരിചയമില്ലാത്ത കോഴിക്കോട് ആസ്ഥാനമായുള്ള കമ്പനി ബിനാമി കമ്പനിയാണെന്നും ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം ആരോപിച്ചു. ഇറിഗേഷൻ ടൂറിസം പദ്ധതിയുടെ പേരിൽ ഭൂതത്താൻകെട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതല കോഴിക്കോട് ആസ്ഥാനമായുള്ള FSIT റീഡിഫൈൻഡ് ഡെസ്റ്റിനേഷൻ എന്ന കമ്പനിക്ക് നൽകിയതിനെതിരെയാണ് കേരള കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ നടപടിക്ക് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്ന് ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം ആരോപിച്ചു. ഭൂതത്താൻകെട്ടും അനുബന്ധ പ്രദേശങ്ങളും സ്വകാര്യ കമ്പനിക്ക് വിറ്റിരിക്കുകയാണ്. ഈ കമ്പനി ഭരണത്തിലെ പ്രമുഖരുടെ ബിനാമിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. 25 കോടി രൂപയ്ക്ക് 30 വർഷത്തേക്കാണ് പദ്ധതി കൈമാറിയിരിക്കുന്നത്. സന്ദർശകരിൽ നിന്ന് എത്ര ഫീസ് ഈടാക്കണമെന്ന് കമ്പനിക്ക് തീരുമാനിക്കാം. 5% മാത്രമാണ് സർക്കാരിന് നൽകേണ്ടത്. 1 വർഷം മുമ്പ് ആരംഭിച്ച കമ്പനിക്ക് ടൂറിസം മേഖലയിൽ മുൻപരിചയമില്ല. 1 കോടി രൂപ മാത്രമാണ് കമ്പനിയുടെ മൂലധനം. ഈ മാസം വരെയുള്ള ഫീസ് മുൻകൂറായി വാങ്ങിയ ശേഷമാണ് ബോട്ട് സർവീസ് നടത്തുന്നതിൽ നിന്ന് ഉടമകളെ വിലക്കിയിരിക്കുന്നത്. ബോട്ട് സർവീസ് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് CPM നടത്തിയ സമരം പ്രഹസനമാണ്. മുഖ്യമന്ത്രിയുടെയും MLA-യുടെയും വീട്ടുപടിക്കലാണ് CPM സമരം നടത്തേണ്ടിയിരുന്നതെന്നും ഷിബു തെക്കുംപുറം ചൂണ്ടിക്കാട്ടി. സ്വകാര്യ കമ്പനിക്ക് നൽകിയിട്ടുള്ള കരാർ റദ്ദാക്കുകയും ടൂറിസം വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി DTPCക്ക് ചുമതല നൽകണം. അല്ലാത്തപക്ഷം ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും കേരള കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. GTV ന്യൂസ് കോതമംഗലം.